യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 49-22 വാക്യം, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നെഹമ്യാവ് എങ്ങനെയാണ് യെരുശലേമിൻ്റെ മതിൽ പണിയുവാൻ ഇടയായി തീർന്നത്, അല്ലെങ്കിൽ ആ മതിൽ പണിയേണ്ടുന്ന ആവശ്യകത എന്തായിരുന്നു, ആ മതിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസേഫിനെ സംബന്ധിച്ചാണ്. അഥവാ യാക്കോബിൻ്റെ ആ 12 മക്കൾ, അവരെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബിൻ്റെ മക്കൾ പലരും പലവിധമായ മൃഗങ്ങൾക്ക് തുല്യരായി പിതാവ് കണ്ടപ്പോൾ യോസേഫിനെ ഫലപ്രദമായ ഒരു വൃക്ഷം ആയി കണ്ടാണ് പിതാവ് അനുഗ്രഹിക്കുന്നത്. യോസേഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ കൂട്ടിച്ചേർക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തൻ്റെ സഹോദരന്മാരുടെ ദുശ്രുതി താന് പിതാവിനെ അറിയിച്ചത് മുഖാന്തരം സഹോദരന്മാർ തന്നെ വെറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ യോസേഫ് ആ യാക്കോബിൻ്റെ വാർദ്ധക്യത്തിലുള്ള മകനായിരുന്നു. അതുകൊണ്ട് യാക്കോബ് യോസേഫിനെ വളരെയധികം സ്നേഹിക്കുകയും ഒരു നിലയങ്കി തനിക്ക് പ്രത്യേകമായി നൽകുകയും ചെയ്തത് മുഖാന്തരവും തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് കൂടുതൽ വൈരാഗ്യമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂടാതെ താൻ ചില സ്വപ്നങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ വിവരണം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വയലിലായിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നതും മറ്റ് 11 കറ്റകൾ തൻ്റെ കറ്റയെ നമസ്കരിക്കുന്നതും കുമ്പിടുന്നതും, കൂടാതെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കൂടെ ആ നമസ്കരിക്കുന്ന ഇത്യാദി സ്വപ്നങ്ങൾ ചിലത് ഇവിടെ യോസേഫ് കാണുകയും അത് താന് തൻ്റെ ഭവനത്തിൽ അറിയിക്കുകയും ചെയ്തത് മുഖാന്തരം തന്നെ അല്ലാതെ സഹോദരന്മാർ വെറുക്കുവാനിടയായി. ഒരു പരിധിവരെ തൻ്റെ പിതാവും തന്നോട് ചില കാര്യങ്ങൾ അവിടെ പറയുന്നെങ്കിലും തൻ്റെ പിതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിപ്പാനായിട്ട് ഇടയായി. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ മുഖാന്തരം തൻ്റെ സഹോദരന്മാർ തന്നെ കൊല്ലുവാനായിട്ട് ഇച്ഛിക്കുകയും പൊട്ടക്കിണറ്റിൽ അവസാനം കൊണ്ടേ തള്ളുകയും ചെയ്യുന്നതെല്ലാം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 20 വെള്ളിക്കാശിന് പിന്നെ മിദ്യാനിലെ കച്ചവടക്കാർക്ക് തന്നെ വിൽക്കുകയും അവിടെ നിന്ന് പൊത്തീഫർ തന്നെ വിലയ്ക്ക് വാങ്ങി അങ്ങനെ മിസ്രയീമിൽ താൻ ഒരു അടിമയായി കഴിയുന്നത് കാണുവാൻ കഴിയും. എങ്കിലും പൊത്തീഫറിന്റെ ഭവനത്തിൽ താൻ ചെന്ന് തന്നെ സകലത്തിനും മേലധികാരിയാക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ പൊത്തീഫറിന്റെ ഭാര്യയ്ക്ക് മറ്റു ചില ജഡീക അഭിലാഷങ്ങൾ ഉണ്ടാകുകയും അതിന് യോസേഫിനെ പ്രേരിപ്പിക്കുകയും യോസേഫ് അതിന് വശംവദനാകാതെ അവസാനം തൻ്റെ ആ ഉടുതുണി പോലും നഷ്ടപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടി താന് ഓടുന്നത് നമുക്ക് കാണുവാനായിട്ടും എല്ലാം സാധിക്കും. അങ്ങനെ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ട് പിന്നത്തേതിൽ താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് ആ കാരാഗ്രഹത്തിൽ രാജാവിൻ്റെ അപ്പക്കാരൻ്റെ പ്രമാണിയും പാനപാത്രവാഹകന്റെ പ്രമാണിയും അവിടെ ഉണ്ടായിരുന്നു. അതിൽ പാനപാത്രവാഹകന്റെ സ്വപ്നം, അപ്പക്കാരന്റെ സ്വപ്നം, ഇതൊക്കെ യോസേഫ് വിവേചിക്കുന്നതും പാനപാത്രവാഹകനോട് പറഞ്ഞ കാര്യം നിറവേറുന്നതും അവൻ രാജാവിന്റെ കൊട്ടാരത്തിൽ വീണ്ടും ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെടുന്നതും എല്ലാം അവിടെ നമുക്കറിയാം. എങ്കിലും അവനും തന്നെ മറന്നുപോയി. അവസാനം ഫറവോൻ തന്നെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നവും ഇന്നത്തേതില്
അതെ യോസേഫ് വിഭജിച്ചു കൊടുക്കുന്നതും അങ്ങനെ ആ സ്വപ്നങ്ങളെല്ലാം നിറവേറി യോസേഫിനെ ചുരുക്കി പറഞ്ഞാൽ മിസ്രയീമിലെ മന്ത്രിയാക്കുന്നതെല്ലാം നമുക്ക് അറിയാവുന്നതായ ചരിത്രമാണ്. തുടർന്ന് തന്നെ നിന്ദിച്ച സഹോദരന്മാരും തൻ്റെ പിതാവ് യാക്കോബ് ഉൾപ്പെടെ ഇസ്രായേൽ ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ തന്നെ കടന്നു ചെല്ലുന്ന അനുഭവങ്ങളെല്ലാം വ്യക്തമായി ദൈവവചനം രേഖപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നാം വായിച്ചതുപോലെ അങ്ങനെ യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായിട്ട് നീരിൽ കുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷമായി തന്നെ കാണുവാൻ കഴിയുന്നു. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോസേഫ് ഇവിടെ സർവത്തിനും ക്രിസ്തുവിന് നിഴലായിരുന്നു. ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിറ്റപ്പോൾ സ്വന്തം സഹോദരന്മാർ യഹൂദാജനം വിറ്റപ്പോൾ യോസേഫിനെയും സ്വന്തം സഹോദരന്മാർ 20 വെള്ളിക്കാശിന് വിറ്റ ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ എല്ലാ നിലകളിലും യോസേഫ് താൻ വളരെ കഷ്ടതകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും തക്ക സമയത്ത് ദൈവം യോസേഫിനെ ഉയർത്തിയ ചരിത്രങ്ങളാണല്ലോ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോസേഫിന്റെ മക്കളായ മനശ്ശെയെയും എബ്രീമിനെയും തന്റെ സ്വന്തം മക്കളായി യാക്കോബ് അംഗീകരിച്ചതിനാല് യോസേഫിന്റെ കുടുംബത്തിന് യാക്കോബിന്റെ അവകാശത്തിൽ 2 ഓഹരി പിതാവ് നൽകുന്നതും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഒരിക്കൽ വിശുദ്ധിക്ക് വേണ്ടി താന് പൊത്തീഫേറിന്റെ ഭവനത്തിൽ നിന്ന് താൻ അവിടുന്ന് ഓടി, തന്റെ ഉടുതുണി പോലും നഷ്ടപ്പെട്ടു. എന്നാൽ തന്റെ പട്ടാഭിഷേകത്തിങ്കൽ നിശ്ചയമായിട്ടും പൊത്തീഫേറിന്റെ ഭാര്യയും അത് കണ്ടുകൊണ്ട് തന്നെ അവിടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനെ ദൈവം മാനിക്കും. അവൻ കാരാഗ്രഹത്തിൽ കിടന്നാലും പൊട്ടക്കിണറിൽ കിടന്നാലും എവിടെയായിരുന്നാലും അവൻ ഒരു ഫലപ്രദമായ വൃക്ഷം തന്നെ ആയിരിക്കും. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞു